നമസ്കാരം. വർഷം 1341. അന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഇത്ര ശാന്തമായല്ല പെരിയാർ ഒഴുകിക്കൊണ്ടിരുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ആരംഭിക്കുന്ന പെരിയാർ അക്കാലത്തെ ഏറ്റവും വലിയ തുറമുഖ പട്ടണമായ കൊടുങ്ങല്ലൂർ, അന്ന് മുസ്ലിസ് എന്ന് വിളിച്ചിരുന്ന കൊടുങ്ങല്ലൂർ ലക്ഷ്യമാക്കിയാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. 1341 പെരിയാറിൽ വലിയൊരു വെള്ളപ്പൊക്കം തന്നെ സംഭവിച്ചു. അങ്ങനെ സ്വാഭാവികമായി ഒഴുകിക്കൊണ്ടിരുന്ന പെരിയാർ ദിശ മാറി പല ഭാഗത്തേക്ക് ഒഴുകുകയും ചെയ്തു. നമ്മുടെ ആലുവ എത്തിക്കഴിഞ്ഞപ്പോൾ പെരിയാർ രണ്ട് ഭാഗത്തേക്ക് ഒഴുകി. അങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ഒഴുകിയ സമയത്ത് ഒഴുക്കിൽ വന്ന എക്കൽ മണ്ണും കളിമണ്ണും ചെളിയുമെല്ലാം അടിഞ്ഞുകൂടി ഇന്നീ കാണുന്ന രീതിയിലുള്ള ഒരു തിട്ട രൂപപ്പെട്ടു. പിന്നീട് കാലക്രമേണ ഈ സ്ഥലം മണപ്പുറം എന്ന പേരിൽ അറിയപ്പെട്ടു. ഭൂമിശാസ്ത്രപരമായി എന്തുകൊണ്ടും ഈ ഒരു പേര് ഈ സ്ഥലത്തിന് അനുയോജ്യമാണ്. ആ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ മാത്രമല്ല കേരളത്തിലുണ്ടായിരുന്നു. വാണിജ്യപരമായും സാംസ്കാരികപരമായും ഒട്ടനവധി മാറ്റങ്ങളുണ്ടായി. അതിനൊരു ഉദാഹരണമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം ഇല്ലാതായത്. എന്നാൽ കൊടുങ്ങല്ലൂർ തുറമുഖം ഇല്ലാതാവുമ്പോഴും മറ്റൊരിടത്ത് മറ്റൊരു സ്ഥലം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേരാണ്